Snapseed App മാത്രം ഉപയോഗിച്ചിട്ട് ഒരു ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് അതിനെ ഒരു കിഡിലൻ ഇമേജ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. സ്റ്റെപ്പ് നമ്പർ 1. ആദ്യമായിട്ട് നമുക്ക് ഈ ചിത്രത്തിന് മാറ്റാൻ പറ്റിയ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നിന്ന് ഫൈൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പകർത്തിയ ഒരു ചിത്രമാവാം. unsplash.com അല്ലെങ്കിൽ pexels.com തുടങ്ങിയ വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നല്ല ക്വാളിറ്റി ഇമേജുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സ്റ്റെപ്പ് നമ്പർ 2. ഈ എഡിറ്റിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണിത്. എപ്പോഴും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ബ്ലർ ആക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്നാപ്സീഡിൽ ഓപ്പൺ ആക്കിയ ശേഷം നമ്മൾ ടൂൾസിൽ പോവുക. ടൂൾസിൽ പോയാൽ അവിടെ ലെൻസ് ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. ലെൻസ് ബ്ലർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈസ് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അതിനൊരു കോർണറിൽ കൊണ്ടുവയ്ക്കാം. ഇനി ഇവിടെ താഴെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയാൽ നിങ്ങൾക്ക് ബ്ലർ സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു അളവിലുള്ള ബ്ലർ സ്ട്രെങ്ത് കൊടുക്കാം. ഒത്തിരി ഓവർ ആക്കണമെന്നില്ല, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയുള്ള ഒരു ബ്ലർ സ്ട്രെങ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇവിടെ ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്, അത് 0 ആക്കി വയ്ക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ഒരേ അളവിൽ ബ്ലർ ആയിട്ടിരിക്കും. സ്റ്റെപ്പ് നമ്പർ 3. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർഗ്രൗണ്ടിൽ നമ്മുടെ ഇമേജ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ടൂൾസിൽ പോയാൽ ഡബിൾ എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂൾ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഇവിടെ ഒരു ഇമേജ് ആഡ് ചെയ്യാനുള്ള ഐക്കൺ ഉണ്ട്, പ്ലസ് ബട്ടൺ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ഇമേജ് ആണോ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. ഒപ്പാസിറ്റി കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൂടെ കാണാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ പൊസിഷൻ വളരെ കൃത്യമായിട്ട് നമുക്കിതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ കൊണ്ടുവയ്ക്കാം. അതിനുശേഷം നമ്മുടെ ഒപ്പാസിറ്റി പഴയതുപോലെ 100 മാറ്റാം. എന്നിട്ട് ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. കാരണം നമ്മൾ ഓൾറെഡി നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇതിന് പുറകിൽ വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ചെയ്യാൻ നോക്കാം. നമുക്കിവിടെ ടോപ്പിൽ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ എഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത എഡിറ്റ് ഡബിൾ എക്സ്പോഷർ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അവിടെ ബ്രഷ് ചൂസ് ചെയ്യാം. ബ്രഷ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡബിൾ എക്സ്പോഷറിൻ്റെ വാല്യൂ 100 വയ്ക്കാം. എന്നിട്ട് നമ്മൾ സ്ക്രീനിൽ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിത്രം ഇങ്ങനെ കാണാം. അതിൻ്റെ എഡ്ജസിലൊക്കെ ഇപ്പം പഴയ ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റും. ഇനി നമുക്കത് ഡബിൾ എക്സ്പോഷറിൻ്റെ വാല്യൂ 0 വെച്ചിട്ട് ആ എക്സ്ട്രാ വന്നേക്കുന്ന ഏരിയകളൊക്കെ വളരെ കൃത്യമായിട്ട് മായ്ച്ച് കളയാം. നമ്മളിത് മായ്ക്കുന്ന സമയത്ത് നമ്മുടെ സബ്ജക്റ്റ് കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഡബിൾ എക്സ്പോഷറിൻ്റെ വാല്യൂ 100 വയ്ക്കുക, ആ ഏരിയ കറക്റ്റ് ചെയ്യുക. എന്നിട്ട് പഴയതുപോലെ 0 മാറ്റിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് മായ്ച്ചെടുക്കുക. ഈ ഒരു സ്റ്റെപ്പാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മമായിട്ട് നമ്മൾ സൂം ചെയ്തിട്ട് നമ്മൾ ഈ ബ്രഷിൻ്റെ സൈസൊക്കെ കുറച്ച് എഡ്ജസ് വളരെ കൃത്യമായിട്ട് എടുക്കുന്നതാണ് ഈ എഡിറ്റിങ്ങിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളെ ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ട് പുതിയ ബാക്ക്ഗ്രൗണ്ട് വന്നു. ചില സിറ്റുവേഷനിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറും ചിത്രത്തിൻ്റെ കളറും തമ്മിലൊരു മിസ്മാച്ച് ഉണ്ടാവും. അപ്പോൾ അത് ഈ എഡിറ്റ് ഒരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 ഇമേജിനും കോമൺ ആയിട്ടൊരു നല്ല ഫിൽറ്റർ അപ്ലൈ ചെയ്യാം. ഇത് നിങ്ങൾക്ക് വിൻറ്റേജ് ഫിൽറ്ററോ അല്ലെങ്കിൽ ഗ്രെയിനി ഫിലിമോ ഒക്കെ ആവാം. ഞാൻ ഈ എഡിറ്റിൽ ചെയ്യുന്നത് ഇതിനൊരു നല്ല ഗ്രെയിനി ഫിലിം എഫക്റ്റ് കൊടുക്കുകയാണ്. ടൂൾസിൽ പോവുക, ഗ്രെയിനി ഫിലിം സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിലെ വാല്യൂസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഗ്രെയിനിൻ്റെ വാല്യൂ 0 ആക്കി വയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് ഫിൽറ്ററിൻ്റെ സ്ട്രെങ്ത്തും നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു ഫിൽറ്റർ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇമേജ് നല്ല അടിപൊളിയായിട്ടുണ്ടാവും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ഓർക്കുക.